ഓൾ അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ ഒന്നുമല്ല, സംതിങ് സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. സോ ആദ്യമായിട്ട് ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോവാണ്. സോ ഐ എം ഗോയിങ് ടു തായ്ലൻഡ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കിംഗ് വീഡിയോ ആണ്. സോ ലെറ്റ്സ് പാക്ക് വിത്ത് മീ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എന്താണ് പാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ പാസ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകുമ്പോൾ പാസ്പോർട്ട് എന്തായാലും ആവശ്യമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിത് എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല. പേഴ്സണലി എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഈ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് ഈ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ബാഗിൽ ഒരു സ്ലിംഗ് ബാഗ് കൂടെ ഉണ്ട്. ആ സ്ലിംഗ് ബാഗിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാഗാണ് ആദ്യം ഈ ഒരു ബാഗിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് ഇതിനുള്ളിലുണ്ട്. അപ്പം ഇതാണ് പാസ്വേഡ് എന്ന് പറയുന്നത്, പാസ്പോർട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് കറൻസി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കറൻസിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തായ്ലൻഡിൻ്റെ കറൻസി എന്ന് പറയുന്നത്. ഇതാണ് തായ് ബാത്ത്. അപ്പോൾ തായ് ബാത്ത് ഒരു 1000 തായ് ബാത്താണിത്. നമ്മുടെ 1000 തായ് ബാത്ത് കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ തായ് ബാത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമാണ് ആദ്യം വെച്ചിരിക്കുന്നത്. പിന്നെ കൂടെ തന്നെ ഞാനൊരു ID പ്രൂഫ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ സ്ലിംഗ് ബാഗിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കാണാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഈ സ്ലിംഗ് ബാഗിൽ വെക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് ഈ ഒരു ടോയ്ലറ്ററി അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിലുള്ള ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബാഗ് ഞാൻ ഇതിൽ ക്യാരി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഡേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഹോട്ടൽസ്, അല്ലെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഹോട്ടൽസ് ചെക്കിന് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തായ്ലൻഡിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ബോക്സിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു പേഴ്സാണ്. ആക്ച്വലി ടോയ്ലറ്ററി ബാഗാണ്. സോ ആക്ച്വലി നല്ലൊരു ബാഗാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് വരുന്നത്, നല്ല കാര്യങ്ങളായിട്ട്. അപ്പോൾ അടുത്തതിൽ നമുക്ക് വേണ്ട നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്യാൻ സാനിറ്റൈസർ, സോപ്പ്, ഇത് ആക്ച്വലി എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു സാധനം ഇത് ഓരോ സാധനമാണ്. ഹാൻഡ് സോപ്പാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ക്യൂട്ട് ആൻഡ് ഈസ്തെറ്റിക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബബിൾ എടുത്തിട്ട് കഴുകിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു മിററാണ്. ഇത് ഞാൻ ഒരു ട്രിപ്പ് പോയ സമയത്ത് വാങ്ങിച്ച മിററാണ്. പിന്നെ ഒരു ഹാൻഡ് ലോഷനും കൂടിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലുള്ളത്. ഇനി രണ്ടാമത്തതിൽ എന്താ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ബ്രഷ്, പേസ്റ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മസ്റ്റ് ഹാവ് ഐറ്റംസ്, സൺസ്ക്രീന്, ബാക്കി മേക്കപ്പ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ചാർജർ, ഫോൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ മാത്രമാണ് വെക്കുന്നത്. ഒരുപാട് ഓവർ പാക്ക് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ കുറച്ച് ടിഷ്യൂസും വെച്ചിട്ടുണ്ട്. ടിഷ്യൂസ് നമുക്ക് ഭയങ്കര മസ്റ്റ് ആവാണല്ലോ, അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാഗിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബാഗാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ മാക്സിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. അപ്പോൾ ഇതിലാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാൻഡ് ക്യാരിങ് സാധനങ്ങളൊക്കെ ഞാൻ വെക്കുന്നത്. പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ട എസെൻഷ്യൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവെക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് പാക്ക് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ ഇപ്രാവശ്യം ഒരു ട്രൈ ആണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ ഡ്രസ്സസും മറ്റേ സെക്ഷനിൽ നമ്മുടെ കുട്ടി കുട്ടി സാധനങ്ങളും ആക്സസറീസും കാര്യങ്ങളും ഒക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിത് പാക്ക് ചെയ്യാൻ തുടങ്ങാം.
ഡ്രസ്സസൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ബാഗ്, ബാക്കി ആക്സസറീസ് ഒക്കെ ഇതിൽ പാക്ക് ചെയ്യാനുണ്ട്. ചപ്പൽസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ. ഈ ഒരു പാക്കിങ്ങിനോട് കൂടി ഈ റൂം ഫുൾ മെസ്ഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ തിരിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ആദ്യം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ രണ്ടാമത്തെ സെഷനിലെന്ന് പറയുന്നത് കാര്യമായിട്ട് എൻ്റെ കുറച്ച് ഇന്നർ ഗാർമെൻറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടി കുട്ടി ആക്സസറീസ്, നമ്മുടെ ബാക്കിയുള്ള കുറച്ച് ക്യാപ്പ്, പിന്നെ ഒരു ബാഗ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വെക്കാനുള്ളത്. പിന്നെ കുറച്ച് കണ്ണടകൾ, അതൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ വളരെ കുട്ടി സാധനങ്ങളാണ്. അപ്പോൾ 20 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ വളരെ മിനിമലായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് തിരിച്ച് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്നതും കുറച്ചുകൂടെ ഓർഗനൈസ് ആയിട്ട് വെക്കണമെന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കതെങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ആദ്യം വെക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ നേരത്തെ കുറേ കവേഴ്സ് കണ്ടില്ലേ, ആ കവേഴ്സാണ്. അപ്പോൾ ആക്ച്വലി ഈ കവേഴ്സൊക്കെ ഞാൻ കുറച്ചുകൂടെ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ കുറേ കുട്ടി കുട്ടി കവേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുള്ള ബാക്കിയുള്ള ഇന്നർ ഗാർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കവറിലിട്ട് സ്റ്റോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അത് നമുക്ക് 2 ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഇന്നർ ഗാർമെൻറ്റ്സാണ്. അപ്പോൾ ഈ രണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് ഫുഡ് വെയർസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ മറ്റ് 2 കവേഴ്സിൽ റാപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫുഡ് വെയർ ഇതിൽ വെക്കുന്നത്. പിന്നെ നമുക്ക് എമർജൻസി അല്ലാത്ത കുറച്ച് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. സോ ഫൈനലി നമ്മുടെ പാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പാക്കിംഗ് എന്ന് പറയുന്നത്. നല്ല ട്രാഫിക് അല്ലേ.